ഏതൊരു ചാനൽസ് എടുക്കുകയാണെങ്കിലും എവറി ചാനൽ ഈസ് ബിക്കമിങ് വീഡിയോ സെൻട്രിക്, റൈറ്റ്? എല്ലാ ചാനൽസിനും അതായത് പണ്ടൊക്കെ എനിക്കൊന്ന് ബ്രാൻഡ് സ്വാമി അഗ്രി ചെയ്യായിരിക്കും, പണ്ടൊക്കെ നമ്മൾ ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓർമ്മ കുറേ കാലത്തേക്ക് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെല്ലാവരും ഒരു ഫാസ്റ്റ് മൂവിങ് വേൾഡിലേക്കാണ് പോകുന്നുള്ളത്. നമുക്ക് പേഷ്യൻസ് നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ പേഷ്യൻസ് ലെവലൊക്കെ ഭയങ്കര കുറവാണ്. നമ്മളെ ഡോപ്പമിൻ റഷ് കൂടുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണ്ട് വീട്ടിൽ വെള്ളിയാഴ്ച ആകുമ്പോൾ ബിരിയാണി കിട്ടും. ആ ബിരിയാണി നല്ല രസമാണ്, റൈറ്റ്? ഞായറാഴ്ച ദൂരദർശനിൽ മൂവി കിട്ടുമ്പോൾ അതിനേക്കാൾ രസം വേറൊന്നുമില്ല. ഇന്ന് ഡെയിലി ബിരിയാണി കഴിക്കുമ്പോൾ ആ ബിരിയാണിനോടുള്ള ഡോപ്പമിൻ റഷ് കുറഞ്ഞുകൊണ്ട് പോവുക. അതുപോലെ നമ്മൾ 5G വേൾഡിലും ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഇൻ്റർനെറ്റ് തീർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്രണ്ടിനെ വിളിച്ചു, അല്ലെങ്കിൽ എയർപ്ലെയിൻ മോഡ് ഓണാക്കി ഓഫാക്കി, ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മളെ തലയിൽ ഒരു മെമ്മറി സ്റ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആണ് എല്ലാ ബ്രാൻഡും ഡിഫിക്കൾട്ടായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം അവിടെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരൊറ്റ മെട്രിക്കിന് വാല്യൂ കൂടുക, റൈറ്റ്? നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ വലിയ ക്യാമ്പയിൻ ചെയ്തോട്ടെ ചെറുതാവട്ടെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓഡിയൻസിനെ ഓർമ്മിച്ചുകൊണ്ട് നിൽക്കണം എന്നുള്ളതാണ്. ഞാനിവിടെ ഉണ്ട്, ഐ എം ദെയർ, നമ്മളെ ബ്രാൻഡ് ഇവിടെ ഉണ്ട്. അത് പല മീഡിയയിലായിരിക്കും, നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസിലായിരിക്കും, സ്റ്റോറി ടെല്ലിങ്ങിലായിരിക്കും. എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊരു ടൈം ലൈൻ വരുമ്പോഴേക്കും അതിൻ്റെ ഓർമ്മ വീണ്ടും കുറഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ എപ്പോഴും ടീമിനോടും എല്ലാവരോടും പറയാം, അൽഗോരിതം ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദ ഓൺലി മെട്രിക് വിച്ച് വി നീഡ് ടു ഫോക്കസ് ഇസ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒറ്റ മെട്രിക്കാണ്. നിങ്ങൾ എന്തും ചെയ്തോട്ടെ, അടിപൊളിയായിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നുള്ളതല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഓർമ്മ വരാന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതാണ് ലോങ് ടേമിലുള്ള ആകെയുള്ള കാര്യം. കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളതായിരിക്കും ലോങ് ടേമിൽ വിൻ ചെയ്യുക എന്നുള്ളത്. പറഞ്ഞുകൊണ്ടേയിരിക്കുക, പോയിക്കൊണ്ടേയിരിക്കുക ആൾക്കാരുടെ മുമ്പിലേക്ക്. ചില ലീഡ്സൊക്കെ നമ്മൾ ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് 1.5 കൊല്ലം നമ്മളെ കോൺടാക്ട്സിലുള്ള ലീഡ്സ് ചിലപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ക്ലോസ് ആവുക. ഇതെന്താ വെച്ചാൽ ഇവരെ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്, റൈറ്റ്? അത് ഒരിക്കലും റീപ്ലേസ് ആവില്ല എന്നുള്ളതാണ് ഐ തിങ്ക് മൈ ആൻസർ വുഡ് ബി.